Origin Skok from the world of ജോൺ വിക്ക് ബാലറീന. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ ജോൺ വിക്കാണ്. ജോൺ വിക്ക് ഫസ്റ്റ് ഇപ്പോഴും കണ്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴെടുത്ത് കാണും. അതുപോലെ ഒരു പടം ഇത് ഞാൻ ലാസ്റ്റ് ചാപ്റ്റർ 4 ഇറങ്ങിയ സമയത്ത് കണ്ടുള്ളതാണ് ഐ ആം ഒബ്സസ്ഡ് വിത്ത് ജോൺ വിക്ക്. ഈ ഒരു സിനിമ അതിൻ്റെ ഒരു സൈഡിക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജോൺ വിക്കിൻ്റെ കഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അത് പിന്നെ അറ്റ് പ്രസൻറ്റിൽ വന്ന് നിൽക്കുന്നു. ലാൻ വൈസ്മാൻ ആണ് ഡയറക്ടർ. ഷഹാറ്റൻ ആണ് എഴുതിയിരിക്കുന്നത്. ചാപ്റ്റർ 3ഉം 4ഉം അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ചേലം ബെയ്റ്റ്സ് ആണ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്യായ ക്വാളിറ്റിയാണ് പടം. ക്വാളിറ്റിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് വിഷ്വൽ ക്വാളിറ്റി ആയി കഴിഞ്ഞാലും സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. ഭയങ്കര സുഖം. അറ്റ്മോസിൽ ഇതിങ്ങനെ സൗണ്ട് മാത്രം ഇങ്ങനെ കണ്ണടച്ച് കേൾക്കാം. പിന്നെ സ്കോർ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ജോൺ വിക്ക് സീരീസിൻ്റെ എല്ലാം ചെയ്തിരിക്കുന്ന ഇദ്ദേഹമാണ്. 300 ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലത്തെ പൊളി ഐറ്റം സ്കോർ. ബാലറീനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അനാ ഡി അർമസ് ആണ്. പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ജോൺ വിക്കിന് ശരിക്കൊരു മോളുണ്ടെങ്കിൽ അതുപോലത്തെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലത്തെ പെർഫോമൻസ്. അതായത് ആക്ഷൻ സീക്വൻസിൽ, ഫയറിങ്ങിൽ, അതുപോലെ തന്നെ ഇമോഷണൽ സീൻസിൽ, എല്ലാത്തിലും അതായത് തീ അതുപോലത്തെ ക്യാരക്ടറും അതുപോലെ എഴുതി വെച്ചിരിക്കുന്നത്, അതുപോലത്തെ ക്യാരക്ടറും അതുപോലത്തെ പെർഫോമൻസും. ഇവരൊരു ക്യൂബൻ ആക്ട്രസ്സാണ്. 37 വയസ്സുണ്ട്. പക്ഷെ കണ്ടാൽ പറയില്ല. പല ഷോർട്സിനും ക്ലോസപ്പിലൊക്കെ ചെറിയ കുട്ടിയുടെ പോലെ ഫേസൊക്കെ. പക്ഷേ അവർ അടി തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ യജാതി ഫൈറ്റ് സീക്വൻസസാണ്. എല്ലാം ഉണ്ട്. ഇവർ ഓൾറെഡി ബാലെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട്, ബാലെ മാത്രമല്ല അവിടെ പിന്നെ മാർഷ്യൽ ആർട്സ്, ഫയറിങ്, മറ്റ് പല പരിപാടികളുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് പിന്നെ കഥ, ഇതിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് ജോൺ വിക്കിൻ്റെ നമ്മുടെ മറ്റ് ചാപ്റ്റേഴ്സിലുള്ള സെയിം വേൾഡാണ്. അതിനകത്ത് ഇവരെ കൂടെ കൊണ്ടുവരിക പാരലായിട്ട് ഇവരുടെ കുട്ടിക്കാലം മുതലിട്ടുള്ള സ്റ്റോറി. അത് കുട്ടിക്കാലത്ത് പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച പെണ്ണൊക്കെ കിടുക. ഒരു ഫയറിങ് സീനൊക്കെ ഉണ്ട്. തുടക്കം തന്നെ ഭയങ്കര ഇൻറ്റൻസാണ് പടം, ഭയങ്കര ഇൻറ്റൻസ്. ഇപ്പം ചില സിനിമകൾ കാണുമ്പോഴേ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി, ഈ സിനിമ തീർന്നു പോകരുതേ, ഇതിപ്പോൾ 2 മണിക്കൂറേ ഉള്ളെങ്കിലും ഇത് തീരരുതേ എന്ന് ആഗ്രഹിച്ചു പോകും. അത്രയും ആ സിനിമ കണ്ടിങ്ങനെ രസിച്ചിരിക്കുന്നത്, നമുക്ക് സുഖമുള്ളൊരു കാര്യം തീരരുത് എന്ന് നമ്മൾ വിചാരിക്കൂലേ, അതുപോലത്തെ ഫീൽ. അത് അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാമല്ലോ സിനിമ കാണുമ്പോഴും. 90% സിനിമ കാണുമ്പോഴും ഇതൊന്ന് തീർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി പിടിക്കാമല്ലോ എന്ന് തോന്നിയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഈ സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൽ ഒരു സെക്കൻഡ് പോലും മടുപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പെർഫെക്റ്റ്. ഇതിൽ ചില വൈഡ് ഷോട്ടൊക്കെ ഉണ്ട്. എന്ത് രസം അറിയാം. മറ്റ് ജോൺ വിക്ക് സീരീസിലൊക്കെ ഉള്ള പോലെ തന്നെ മറ്റേ മാൻഹാട്ടൻ ബിൽഡിങ്സിൻ്റെ വൈഡ് നൈറ്റിൽ വൈഡ് ഷോട്ട് അങ്ങനെ വെച്ചിട്ട്, പിന്നെ ഈ ഫയറിങ് ഗൺ ഫയർ പരിപാടികൾ ഇത് ശരിക്കും ഇവർ തോക്കെടുത്ത് വെടിയൊക്കെ കാണും. അതുപോലത്തെ പെർഫെക്ഷൻ. ഒരു ഉണ്ടയൊക്കെ ഒരു മരത്തിൻ്റെ സൈഡ് കൊണ്ട് കറക്റ്റ് പകുതി ഇങ്ങനെ ചീന്തി അങ്ങ് പോയിട്ട് എല്ലാം. പിന്നെ ഫൈറ്റ്, കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഇഷ്ടം പോലെ. ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത് എത്ര സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുഡാപെസ്റ്റ്, ക്രൊയേഷ്യ, മറ്റേ ഓസ്ട്രിയ, കുറേ സ്ഥലം മഞ്ഞ്. അവസാനത്തെ ഒരു 1/4 മണിക്കൂർ ഫുള്ള് മഞ്ഞിൻ്റെ അകത്തുള്ള സീക്വൻസാണ്. പിന്നെ കെനോ റീവ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജോൺ വിക്ക് ഐ ആം ഒബ്സസ്ഡ് വിത്ത്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മറ്റൊരു സിനിമ ഇദ്ദേഹത്തിൻ്റെ തന്നെ മാട്രിക്സ് ആണ്, മാട്രിക്സ് സീരീസ്. അപ്പോൾ ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു അറിയാലോ ഒരു ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ ജോൺ വിക്കിനെ ഒരു മിന്നായം പോലെ ആദ്യം കാണിക്കുന്നുണ്ട്. തിയേറ്റർ അവൻ കൂലിങ്. ശരിക്കും ഒരു ഇംഗ്ലീഷ് പടം കാണുമ്പോൾ ഇങ്ങനെ കൈയടിക്കണമെങ്കിൽ ആലോചിച്ച് നോക്ക് റേഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ലാസ്റ്റേ ഉള്ളൂ. ഇതിൽ ഇവർ തന്നെ ബാലറീനയാണ് ഇതിൽ ഫുള്ള് പടം കൊണ്ടുപോകുന്നത്. അവരുടെ പരിപാടികളാണ്. അതുപോലെ ലാൻസ് റെഡിക്കിനെ കാണിച്ചപ്പോഴും വൻ കൈയടിയായിരുന്നു. ഈ സ്ത്രീക്ക് വേണ്ടി, ഈ പെണ്ണിന് വേണ്ടി, അനാ ഡി അർമാസിന് വേണ്ടിയിട്ട് ഈ പടം സുഖമായിട്ട് കാണാം. അവരുടെ പെർഫോമൻസും പിന്നെ ഞാൻ പറഞ്ഞ ഈ പരിപാടികൾ മൊത്തം കാണാൻ പിന്നെ ആവറി ജോൺ വിക്ക് ഫാൻസ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഞാൻ പറയുന്നത് ആവറി ജോൺ വിക്ക് ഫാൻസ് മസ്റ്റ് വാച്ച്. കാരണം അതിനുള്ള സാധനമുണ്ട്. പടം ശരിക്കും പിന്നെ ഒരു ഹെൽപ്പാണ്. എനിക്കുള്ള ഹെൽപ്പല്ല, നിങ്ങൾക്കുള്ള ഹെൽപ്പാണ്. പടം കാണാൻ പോകുന്ന ആളുകൾ പോസ്റ്റ് ക്രെഡിറ്റ് ഇല്ല കേട്ടോ. വെറുതെ ഇരിക്കേണ്ട. 10 മിനിറ്റിലധികം ഉണ്ട് സ്ക്രോളിങ്. അത് കഴിഞ്ഞിട്ട് അത്രയും സമയം ഇരിക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞാണ്. പോസ്റ്റ് ക്രെഡിറ്റ് ഇല്ല.